എപ്പോഴാണ് ഒരു കുട്ടി ഉണരുന്നത്? ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന റൂഹ് ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതായത് ഇലാഹിയായ കണക്ഷൻ വിടുമ്പോഴാണ് ഒരു കുട്ടി ഉണരുക. കുട്ടികൾ നല്ല പഠിക്കേണ്ട സംഗതിയാണ്. കുട്ടികൾ മനുഷ്യന്മാരെ നോക്കൂലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോണോ? മനുഷ്യന്മാരെ ചെറിയ കുട്ടികൾ നോക്കാറില്ല. വെള്ള കളർ കണ്ടാൽ നോക്കും, വെളുത്ത ഡ്രസ്സോ കണ്ടാൽ നോക്കും, ലൈറ്റ് കണ്ടാൽ നോക്കും. കുട്ടികൾ അതാ നോക്കുക. അതെന്താ അങ്ങനെ നോക്കാൻ കാരണം? മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണ്. ദുനിയാവിലേക്ക് അവസാനം തുറക്കുന്നതും കണ്ണാണ്, ദുനിയാവിൽ നിന്ന് ആദ്യമായി അടക്കുന്നതും കണ്ണാണ്. ചെവിയൊക്കെ തുറന്ന് എല്ലാം തുറന്നതിന് ശേഷം അവസാനേ ദുനിയാവിലേക്ക് കണ്ണ് തുറക്കുള്ളൂ. എന്നാൽ ആദ്യം ദുനിയാവിൽ നിന്ന് അടക്കുന്നത് കണ്ണായിരിക്കും. ആദ്യം യാത്ര പറയുക കണ്ണാണ്. പാപ്പ നമ്മളെ നോക്കണേന്ന് നമുക്ക് തോന്നും, പക്ഷെ നോക്കുന്നുണ്ടാവില്ല. ആദ്യം യാത്ര പറയുന്നത് കണ്ണായിരിക്കും. അപ്പോൾ ഈ കണ്ണ് ദുനിയാവിലേക്ക് അവസാനേ തുറക്കണുള്ളൂ. കുട്ടികൾ മനുഷ്യന്മാരെ നോക്കാറില്ല, അവർ വെള്ള കളർ നോക്കും. മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധം. ഇങ്ങനെ ബന്ധം പാലിച്ച് കുട്ടികളിങ്ങനെ പോരുന്നു. അവർക്ക് ഏറ്റവും രസകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കേൾക്കുക എന്നതാണ്. ഇത് ഉമ്മ ചൊല്ലിക്കൊടുത്തപ്പോഴാണ് ഉമ്മയും കുട്ടിയും തമ്മിൽ ഇൽഫത്ത് എന്ന ബന്ധമുണ്ടായത്. പിരിയാൻ കഴിയാത്ത ബന്ധമുണ്ടായി. ആ ബന്ധം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യനോട് ഇതിൻ്റെ ഭാര്യ അല്ല എന്ന് ഒരിക്കൽ പറഞ്ഞ ഓളോളെ പേരേക്കാണ് പോകണം. ഉമ്മാനോട് 1000 വട്ടം പറഞ്ഞാലും ഉമ്മ ഉമ്മന്നെ ഇരിക്കും. ബന്ധത്തിൻ്റെ ഊക്കാണ്, ബന്ധത്തിൻ്റെ ഊക്കാണത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉമ്മ നമുക്ക് ഇങ്ങനെ ചൊല്ലിത്തന്നു. ഇത് ഇതേപോലെ ഭാര്യയും നമ്മളും തമ്മിൽ ഒരുമിച്ചിരുന്ന് ചെല്ലുകയാണെങ്കിൽ ഇൽഫത്ത് എന്ന ബന്ധം ഭാര്യയും ഭർത്താവും ഉണ്ടാവും. മക്കളെയും കൂടിയും കൂട്ടിയാലോ എല്ലാവരും കൂടി ഭയങ്കര ബന്ധമായിരിക്കും. ഞാൻ പറഞ്ഞത് ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് തയ്യാർ ചെയ്തൊരു സംഗതിയാണ്. അത് വെറും പള്ളിക്ക് ചെല്ലാനുള്ളതോ മദ്രസ ചെല്ലാനുള്ളതോ മാത്രമല്ല, പെരയിലുമാണ് ഹദ്ദാദ് എല്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ കുടുംബം. ഒമാനിലെ സലാലയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അബ്ദുല്ലാഹിൽ ഹദ്ദാദിൻ്റെ യമനിലേക്ക് പോകുന്ന ബോർഡറിൽ ഒരു പാറക്കല്ലിൻ്റെ അടിയിൽ സയ്യിദന്മാരുടെ വലിയൊരു ശ്മശാനത്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്, അബ്ദുല്ലാഹിൽ ഹദ്ദാദിൻ്റെ. പകൽ സമയം മുഴുവനായിട്ടും പനിയാണ്. പകൽ മുഴുവൻ പനി, പകൽ മുഴുവൻ ഇരുമ്പ് പണി. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിയെടുത്ത, ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പണിക്കാരനാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്. അബ്ദുള്ള എന്നാണ് പേര്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുമ്പ് പണിയെടുക്കും. രാത്രിയായാൽ വൈകുന്നേരമായാൽ നേരം വരുന്നതുവരെ പനിക്കും. അതിശക്തമായ പനി. അങ്ങനത്തെ ഒരു മനുഷ്യൻ. നാട്ടുകാർ അദ്ദേഹത്തോട് ചെന്നിട്ട് അവരുടെ പ്രയാസങ്ങളും വേവലാതികളും പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തതാണ് ഹദ്ദാദ് റാത്തീബ് എന്നത്. എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നത്. അതിൽ ഓരോ ദിക്റും വളരെ പ്രധാനമാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ 8 നാമങ്ങൾ ചേർത്തൊരു ദിക്റുണ്ടായില്ലേ, ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയാം. 8 നാമങ്ങൾ ചേർത്ത, ഈ ഇസ്ലാമിൽ മാത്രമല്ല ലോകത്തെ ധാർമ്മികത പ്രചരിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനക്കാരും 8 നാമങ്ങൾ ചേർത്താണ് പറയാറുള്ളത്. എല്ലാ മതങ്ങളിലും അതുണ്ട്, 8 നാമങ്ങൾ ചേർത്ത്. ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ 8 നാമങ്ങൾ ചേർത്ത് ഭയങ്കര രസകരമായ ഒരു ദിക്റാണ്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീർ യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഇങ്ങനെ ഓരോ ദിക്റ്. ഇതിങ്ങനെ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ ഭാര്യ, ഭർത്താവ്, മക്കൾ തമ്മിൽ ഹൃദയബന്ധം, അതായത് ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാവും. ഉമ്മാനും നമ്മളും തമ്മിലുണ്ടായത് ഈ ബന്ധമാണ്. ഉമ്മയും നമ്മളും തമ്മിലുണ്ടായത് ഈ ബന്ധമാണ്. താരാട്ട് പാടിത്തുന്ന ബന്ധമാണ്. അതാണ്. ഇതേ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും, മക്കൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനൊക്കെ നമുക്കൊരു ഒഴിവാണെന്ന് മാത്രം. നമ്മൾ ഹർത്താലിൽ അന്ന് പോലും പെരയിലിരിക്കൂല. ഹർത്താലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നാടൻ കോയിനെ അറക്കാനും പെരയിലിരിക്കാനും കുട്ടികളൊപ്പം ചോറിക്കാനുള്ള ദിവസമാണ്. എന്നാൽ പോലും നമ്മൾ പെരയിലിരിക്കൂല. അന്ന് എന്തെങ്കിലും ബൈക്കൊപ്പിച്ചിലെടുക്കലും പോകാൻ പറ്റുമോ നോക്കും. അന്നെങ്കിലും ഒന്ന് പെരയിലിരുന്നിട്ട് കുട്ടികളൊപ്പം ഒന്ന് ചോറ് കഴിക്കണ്ടേ, നമ്മൾ ഭാര്യൻ്റെ ഒപ്പം ഒന്ന് ചോറ് കഴിക്കണ്ടേ. കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക.
എല്ലാ നിരക്കും ഒഴിവുള്ള ദിവസമെങ്കിലും നന്നായിട്ടൊരു പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വലിയ തളികയിലാക്കിയിട്ട് എല്ലാവരും ചുറ്റുവരെ ഇരുന്നാണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചൊരു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും നമുക്ക് നേരമില്ല. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഒപ്പാവും വേണം. രണ്ടും കൂടി നടക്കൂല. ഇതിന് നേരമുണ്ടെങ്കിൽ അവിടെ ഒപ്പാവാൻ പറ്റും. സ്വർഗത്തിന് ഏതായാലും ഒപ്പാണ്. അള്ളാഹു ഒപ്പാക്കി തരട്ടെ. ഒന്നാമത് വേണ്ടത് ആഗ്രഹമാണ്. ആഗ്രഹിച്ചാവും. ഒരു വക്ത് നിസ്കാരം ഖളാ ആയാൽ 50,000 കൊല്ലം ഭാര്യയും ഭർത്താവും പിരിയണം. 5 കൊല്ലം നമുക്ക് പിരിയാൻ പറ്റില്ലല്ലോ. 5 കൊല്ലം പിരിയാൻ പറ്റാത്ത നമ്മളും നമ്മുടെ ഭാര്യയും ഒരു വക്ത് നിസ്കാരം ഖളാ ആയാൽ 50,000 കൊല്ലം കാണാതിരിക്കണം മഹ്ശറയിൽ. ഓരോ വക്തിനും അങ്ങനെയാണ്. അതിലാണ് യഥാർത്ഥത്തിൽ സങ്കടം വേണ്ടത്. അതിലാണ് നമുക്ക് വിഷമം വേണ്ടത്. അതിൽ വിഷമിച്ചവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ എന്ന് കാണാൻ പറ്റും. സ്വർഗം വലിയൊരു സംഗതിയാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറേ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അമാ ബാലുക്കും, എന്താ എൻ്റെ പൂതീന്ന്? അമാ ബാലുക്കൊന്നും എത്തണ്ണിയപ്പം എൻ്റെ പൂതി എന്നാണ് അതിനെ മലയാളത്തിൽ കൊടുത്താൽ അതിൻ്റെ അർത്ഥം. കുറേ നേരമായില്ലേ ഇങ്ങനെ നോക്കിക്കണം, എന്താ എൻ്റെ പൂതിന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, നബിയേ, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ച് എനിക്കിങ്ങനെ നിൽക്കാം. സ്വർഗത്തിൽ എല്ലാവരും എത്തിയാൽ തന്നെ നബിയെ നിങ്ങൾ വലിയ ദർജയിലും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയുമോ നബിയെ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയുന്നില്ല. സ്വർഗം നമ്മുടെ ഒരു ചിന്താവിഷയം തന്നെ ആണില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും സ്വർഗത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹം വരുന്നത്. ഇപ്പോൾ നമുക്ക് കുട്ടികളോട് നല്ല ഇഷ്ടമല്ലോ. കുട്ടികളോട് നല്ല ഇഷ്ടമാണ്. എന്താ കാരണം? കുട്ടികൾ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. കുട്ടികൾ സ്വർഗത്തിലുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദര മുത്തുകൾ. സ്വർഗത്തിലുണ്ട്. അതാണ് എല്ലാവർക്കും ചുവന്ന റോസാപ്പൂ ഇഷ്ടമല്ലേ? ചുവന്ന റോസാപ്പൂ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്താ കാരണം? ചുവന്ന റോസാപ്പൂ സ്വർഗത്തിലുണ്ട് എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിന് ചുവന്ന റോസാപ്പൂവിൻ്റെ മണമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനാ തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനോട് ആഗ്രഹം. പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പാട്ട് എന്തേ പാട്ട് ഇഷ്ടമാകാൻ കാരണം? ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ? അഫിൽ ജന്നത്തി സമാഉൻ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ സ്വർഗത്തിൽ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്നത്തി സമാ, സ്വർഗത്തിൽ പാട്ടുണ്ട്, ഉണ്ട്. അപ്പം മൂപ്പർക്കൊരു സംശയം, സ്വർഗത്തിലെ പാട്ട് എങ്ങനെ ഇക്കാരം? നബിയെ, സ്വർഗത്തിൽ എങ്ങനെ ഇക്കാരം പാട്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, സ്വർഗത്തിലെ പാട്ട് ഹംദ്, സ്വലാത്ത്, തസ്ബീഹ് തുടങ്ങിയവ ചേർന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം നബിയെ, സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ, ഉണ്ട് പറഞ്ഞു. അതെങ്ങനെ ഇക്കാരം എന്ന് ചോദിച്ചു. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ അല്ലാഹു തആല സ്വർഗത്തിലൊരു പ്രത്യേകമായ കാറ്റുണ്ട്, ആ കാറ്റിനെ വിളിക്കും. എന്നിട്ടൊരു പാട്ട് പാടാൻ പറയും. അപ്പോൾ സ്വർഗത്തിലെ മുളങ്കാട്ടിലേക്ക് അത് പ്രവേശിക്കും. അങ്ങനെ സ്വർഗത്തിലെ മുളങ്കാട്ടിൽ ചെന്നിട്ട് അതിങ്ങനെ പാട്ട് പാടുമ്പോൾ, ഞാൻ ഈ ഹദീസ് കണ്ടതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് മുള എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത സാധനമല്ലോ. ഭൂമിയിലെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള സാധനം എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ സ്വർഗത്തിലെ പാട്ട് പാടുന്ന സാധനമാണത്. യഥാർത്ഥത്തിൽ മുള ഇവിടുന്ന് തന്നെ പാട്ട് പാടുന്നുണ്ടല്ലോ. മുള എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് തന്നെ പാട്ട് പാടുന്നുണ്ട്. ഉമർ ഖയ്യാമാണ് മുളയുടെ പാട്ട് ഏറ്റവും നന്നായി വിശദീകരിച്ചത്. ഒരു മുളയിൽ നിന്ന് ഒരു തണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാന തണ്ടിൽ അത് വെച്ചിങ്ങനെ ഒരുതിയാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദം തൗഹീദിന് വേണ്ടിയുള്ള കരച്ചിലാണെന്ന, രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പോകാനുള്ള ദാഹം, അതാണ് യഥാർത്ഥത്തിൽ മുളയുടെ കരച്ചിൽ എന്ന് ഉമർ ഖയ്യാം പറഞ്ഞിട്ടുണ്ട്. ജിമായിൽ എന്താ ഉള്ളത്? രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ശരിക്കും അതിലുള്ളത്. തൗഹീദാണ് ശരിക്കും അതിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അതിന് സ്വർഗീയമായ അമൽ എന്ന് പറയാൻ കാരണം. സ്വർഗത്തിനെ കുറിച്ച്, സ്വർഗീയ സുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ജിമായിനെ കുറിച്ച് പറയാൻ അതാണ് കാരണം.
നമുക്ക് എന്തൊക്കെ സാധനങ്ങളോട് ദുനിയാവിൽ ഇഷ്ടം തോന്നുന്നുണ്ടോ അതെല്ലാം സ്വർഗത്തിലുള്ളതുകൊണ്ടാണ് ഇഷ്ടം. പാമ്പിനോട് നമ്മക്കാർക്കും ഇഷ്ടമല്ല, എന്തേ? പാമ്പ് സ്വർഗത്തിലില്ല. തേളിനോട് നമ്മക്കാർക്കും ഇഷ്ടമല്ല, എന്തേ? തേള് സ്വർഗത്തിലില്ല. ഇത് നമ്മൾ ആഗ്രഹമായിട്ട് മാറുമ്പോൾ നമ്മളെ ഷോക്കേസിലുള്ള നരകത്തിലുള്ള എല്ലാ സാധനവും വലിച്ചെറിയണം പോയിട്ട്. സ്വർഗം നമ്മളൊരു ആഗ്രഹമാണെങ്കിൽ നമ്മളെ പ്രവർത്തനം അതിനനുസരിച്ച് വരണമല്ലോ. അപ്പം നമ്മളെ ഷോക്കേസിൽ നരകത്തിലുള്ള കുറേ സാധനം ഉണ്ടാകും. പ്ലാസ്റ്റിക്കിൻ്റെ തേള്, പിന്നെ റബ്ബറിൻ്റെ പാമ്പ്, അതൊക്കെ എടുത്തെറിഞ്ഞിട്ട് വല്യപ്പ പണ്ട് ഒതുണ്ടാക്കിയെന്ന ഓടിൻ്റെ കിണ്ടില്ലേ അട്ടത്ത്, അത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് നല്ല പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വരതിയിട്ട് ഉഷാറാക്കിയിട്ട് കൊണ്ടുവയ്ക്കുക. എന്തേ കാരണം? കാരണമാണ് വേണ്ടത്. എന്താ കാരണം? സ്വർഗത്തിൽ കിണ്ടിയുണ്ട് എന്ന് ഖുർആനിലുണ്ട്. യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. സ്വർഗം നമുക്ക് പൂതി ഉണ്ടെന്ന് വന്നാൽ പോരാ, പൂതി ഉള്ളതിനനുസരിച്ച് പ്രവർത്തനം വേണമല്ലോ. പൂതി ഉള്ളതിനനുസരിച്ച് പ്രവർത്തനം വേണം. അതുകൊണ്ട് ഈ അമൽ സ്വർഗത്തിലേക്കുള്ളതാണ്.